ായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു 350-നും 400-നും ഇടയ്ക്ക് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലും മീറ്റിങ്ങുകളിലും 7 ഏക്കർ സ്ഥലം, ഇപ്പൊ സംഗീത തന്നെ 7 ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ലീസിന് എടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. 11 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്, 3 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്. അപ്പൊ വിവിധ സംഘടനകൾ ഇങ്ങനെ പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ട് NGOസുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കോർപ്പറേഷന്റെ നോംസ് അനുസരിച്ച് NGOസിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇനി എങ്കിൽ മാത്രം കഴിയില്ലെന്നിരിക്കട്ടെ, കോർപ്പറേഷൻ എന്ന സ്ഥലം ലഭിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇഷ്യൂ നമ്മൾ അഡ്രസ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഈ ലീസിന് എടുക്കുന്ന സ്ഥലത്ത് ഒരു അനിമൽ ക്രിമിറ്റോറിയവും ഒരു കുറച്ച് കൂടുതൽ നായ്ക്കൾ, ഇപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ABC ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുള്ളൂ. 5ഓ 6ഓ ദിവസം നമുക്ക് ഏറ്റവും ചുരുക്കി ഒരു 50 എണ്ണമെങ്കിലും ചെയ്യണം. അതിനുള്ള ഒരു ABC സെന്ററും ഒരു അനിമൽ ക്രിമിറ്റോറിയം കൂടി നമ്മുടെ പ്ലാനിലുണ്ട്. ഇപ്പോ ABC ചെയ്തിട്ട് നായ്ക്കളെ 50 എണ്ണത്തിന് ഞങ്ങൾ ഒരു പൈലറ്റ് പ്രോജക്ട് എന്നുള്ളതായിരിക്കും അവിടെ ചെയ്തിരിക്കുകയാണ്. ഇതിന് ശേഷം ബാക്കിയുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. ഞങ്ങൾ എല്ലാ ഓപ്ഷൻസ് നോക്കണം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള സഹായം ചെയ്യാം, ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ സമീപിക്കുന്നവരുണ്ട്, സംഗീതയെ പോലെ ഇതൊരു പാഷനായിട്ട് എടുത്ത ആൾക്കാരുമുണ്ട്. അവർക്ക് നമ്മൾ ചിലപ്പോൾ ഫുഡും എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി, അവർ പാഷനായിട്ട് എടുത്തവർക്ക്. മറ്റുള്ളവർ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് സമീപിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വിദഗ്ധരുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തണം, കോടതി ഉത്തരവുകൾ പരിശോധിക്കണം, അങ്ങനെയൊക്കെ ശേഷം അതിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യണം. കാരണം ഇഷ്യൂ അഡ്രസ് ചെയ്തോളൂ. ഇന്നിപ്പോ വെങ്ങാനൂർ വാർഡ് കൗൺസിലർ നിന്ന് രാവിലെ വിളിച്ചിരുന്നു, ലതിക UDF കൗൺസിലറാണ്. അപ്പൊ അവര് പറഞ്ഞ അവരുടെ വാർഡിൽ ആരോ വിഷം വെച്ചിട്ട് 10 നായ്ക്കൾ രാവിലെ ചത്ത് കിടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിന്റെ ജീവൻ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാത്രിയുടെ മറവിൽ പോകും. അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനും പാടില്ല. അപ്പൊ അതിനു മുൻപ് തന്നെ ജനങ്ങൾ ഇപ്പോ പല സ്ഥലങ്ങളിലും നല്ല അമർഷത്തിൽ, ഇപ്പൊ കാട്ടായി പോണം LDF കൗൺസിലറാണ് സിന്ധു ശശി, അവരുടെ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ നായ്ക്കളെ വളർത്തുന്നത് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം ആദ്യത്തെ സ്റ്റെപ്പ് അവിടെയുള്ളതിനെ റിമൂവ് ചെയ്യും. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ആ കാട്ടായിക്കോണത്തുള്ള അവിടുത്തെ കൗൺസിലറോട് സംസാരിച്ചു. ഒരു 2-3 ദിവസത്തിന് അവിടെയുള്ള ആദ്യത്തെ ഘട്ടം 67 അറിയുന്നത് അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അങ്ങനെ ഈ വിഷയം അഡ്രസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പരിഭ്രാന്തരാകും. ഇത് വളരെ വേദനയോടെയാണ് കേട്ടത്. 10 നായ്ക്കളെ വിഷം വെച്ച് കൊന്നിട്ടിരിക്കുന്നു, എന്തോ ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കോർപ്പറേഷൻ വിൽ പവർ ഒഴുകുന്നതിന് മുമ്പോട്ട് പോകും. അല്ല, ഇപ്പോ സംഗീത ഒരു ചർച്ചയുടെ സമയത്ത് പറഞ്ഞു 7 ഏക്കർ പ്രോപ്പർട്ടി, അവർ ആ പ്രോപ്പർട്ടി പോയി കണ്ടിട്ടുണ്ട്, അതിന്റെ പ്രാഥമിക ചർച്ച കഴിയുമെന്ന് പറഞ്ഞു. 7 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങി 2500 നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാം. 2500 നായ്ക്കളെ പാർപ്പിക്കാം. അവിടെ ഒരു ABC സെന്റർ തുടങ്ങാം. അതെ, ഞാൻ അങ്ങ് ചോദിച്ച് പറഞ്ഞ എല്ലാം റിയാലിറ്റിയാണ്. നമ്മളെപ്പോലുള്ള എല്ലാം ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യാനുള്ള വിൽ പവറാണ് ഭരണകൂടങ്ങൾ കാണിക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ കൂട്ടായ ചർച്ചകൾ നടത്തി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്, ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് വിഷയം അഡ്രസ് ചെയ്യുന്നത്. കൗൺസിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. എനിവേ വിഷയം അഡ്രസ് ചെയ്യണം. അത് അഡ്രസ് ചെയ്യേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഞങ്ങളതൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ഞങ്ങൾ ഷെൽട്ടറിൽ ശാസ്ത്രീയമായി നിയമം പറയുന്നതനുസരിച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ സാധിക്കും. ആ നായ്ക്കളവിടെ ഹാപ്പിയാണ്, കാണുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ ഭക്ഷണം കഴിക്കും. എന്തായാലും തെരുവിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഏറുകൊള്ളണ്ട, തല്ലുകൊള്ളണ്ട, ആൾക്കാരെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണ്ട, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല മരുന്ന് ഡിവാം ചെയ്യണം. അതിന് ഓടാനും കളിക്കാനും സ്ഥലമുണ്ട്. ഒരു സ്ഥാപനത്തിന് പറ്റുന്നതെല്ലാം ഞങ്ങൾ തൃപ്തികരമായിട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനൊരു ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചർച്ച ചെയ്യാം. ഞങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. യു ക്യാൻ ഗോ എനി ടൈം.
ഇന്നിപ്പോ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് തന്നെ അവിടെ പൂവാർ വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരത്തെ അവിടെ ജീവിക്കുന്ന നായ്ക്കളുടെ ഹെൽത്ത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് അവിടെ കൊണ്ടിട്ട് 50 എണ്ണത്തിനെ കാണാം. അതുപോലെ തന്നെ ചിലതിന് അസുഖമുള്ളതുകൊണ്ട് ഐസൊലേറ്റഡ് വാർഡിൽ പാർപ്പിച്ചിരിക്കുന്നതിനെ കാണാം. അവിടുത്തെ ഫുഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഹിയർ, ഡോക്ടർ ശ്രീരാഗ് അദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി, പുതിയ സെക്രട്ടറി ശ്രീമതി ബിനി വന്നതിന് ശേഷം ഇന്നലെ ഇന്നുമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് മിലങ്ങാന്ന് മുതൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. മുൻപ് സെക്രട്ടറി ആയിരുന്ന ജഹാംഗീർ ഈ ഭരണസമിതി വന്ന ഉടൻ തന്നെ ഭരണസമിതിയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ വളരെ സജീവമായിട്ട് അക്കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. സംഗീത രാത്രിയും പകലും ഒക്കെ അതിന് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡോക്ടറുണ്ട്, സെക്രട്ടറി ഉണ്ട്, സംഗീതയുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാം. ആ പുതിയ ഭരണസമിതി വന്നിട്ടൊരു കണക്കെടുത്തിട്ടില്ല. ഞങ്ങൾ മുൻപെടുത്ത അനുസരിച്ച് ഒരു 8500 നായ്ക്കൾ വരെ 8500 9,000 ഇടയ്ക്കുള്ള നായ്ക്കൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. അത് വേറെയും കുറഞ്ഞിരിക്കുക. ഇപ്പോ എന്റെ വാർഡ് കൊടുങ്ങാനൂര് വാർഡിനും കാട്ടാക്കട മണ്ഡലത്തിനും ഇടയ്ക്കൊരു 6 ഉണ്ടായിരുന്നു. 6 കുറുകെ ഒരു പാലം വന്നതോടുകൂടി നായ്ക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നുമില്ല, മറ്റേ 6 ആയതുകൊണ്ട് ചാടൂലായിരുന്നു, ഇങ്ങോട്ട് വരുന്നു, വന്നിട്ട് കുറെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇത് കാട്ടാക്കട പഞ്ചായത്തിൽ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒരു 8500 9,000 ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ല, നമുക്ക് ABC സെന്ററാണുള്ളത്. പേട്ടയിലും വണ്ടിത്തടത്ത് അവിടെ ഉണ്ട്. ഈ 2 സ്ഥലത്തും എല്ലാ സമയത്തോടെ ഉണ്ട്, ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോ വണ്ടിത്തടത്ത് കുറച്ച് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഈ കാട്ടായക്കോണത്ത് കൊണ്ടുവരുന്നതിനെ. ഇപ്പൊ ഈ 50 എണ്ണത്തിനെ മാറ്റിയിട്ട് ഇന്നലെ ഇന്നൊക്കെ പിടിച്ച കുറച്ച് മാത്രമേ വണ്ടിത്തടത്തുള്ളൂ. കുറച്ചൊന്നും കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ കാട്ടായക്കോണത്ത് കൊണ്ടുവരുന്നതിന് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ട്, അതെ 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 ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വെൽഫെയർ ബോർഡിന്റെ ഞങ്ങൾ നടത്തിയ മീറ്റിംഗ്, അതിന് പോർട്ടബിൾ ABC സെന്ററിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വരെ ജനുവരി 31 വരെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 31 കൊണ്ട് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത ദിവസത്തിന്റെ കോർപ്പറേഷനിൽ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ സെക്രട്ടറിനെ ആവശ്യപ്പെട്ട് ഇപ്പൊ പുതിയ സെക്രട്ടറി തന്നെ ഫോളോ അപ്പ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും.